അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹു ഉപവിഷ്ടനായിരിക്കുന്ന അർശിന്റെ തൊട്ടുതാഴെയാ ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം. ഈ സ്വർഗത്തിൽ നിന്ന് നോക്കിയാൽ എല്ലാവർക്കും പടച്ച തമ്പുരാന്റെ അർശ് കാണാവുന്നതാണ്. അല്ലാഹു തആല ഇരിക്കുന്നതായ അല്ലാഹുവിന്റെ സിംഹാസനം കാണാൻ കഴിയുന്നതാ. എന്നാലോ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാ, ഇപ്രകാരം പടച്ച തമ്പുരാന്റെ സിംഹാസനത്തെ കാണാൻ കഴിയുമ്പോൾ ആ സിംഹാസനത്തിന്റെ തൊട്ടുതാഴെയതാ കുറെ കിളിക്കൂടുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാ. കുറെ കിളിക്കൂടുകൾ പടച്ച തമ്പുരാന സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള ജന്നത്തുൽ ഫിർദൗസിന്റെയും മുകളിലായിട്ടുള്ള അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴിലായി കുറെ കിളിക്കൂടുകൾ സജ്ജീകരിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നതാ. എന്നിട്ടോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ കിളിക്കൂട്ടിലേക്ക് കുറെ കിളികളതാ പറന്ന് കയറാൻ തുടങ്ങുന്നതാ. കുറെ പച്ചപ്പറവകൾ ആ കിളിക്കൂടിലേക്ക് വന്ന് പറന്ന് കോടയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാ. സ്വർഗം മുഴുവനും പറന്ന് നടക്കുന്ന പച്ചപ്പറവകളാ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിക്കുന്നതായ പച്ചപ്പറവകളാ. സ്വർഗത്തിന്റെ അനുഭൂതികൾ മുഴുവൻ അനുഭവിച്ചറിയുന്നതായ പച്ചപ്പറവകളാ. സ്വർഗം മുഴുവനും കറങ്ങി നടന്നിട്ട് അല്ലാഹുവിന്റെ അർശിന്റെ കീഴെയുള്ളതായ ആ കൂട്ടിലേക്ക് ആ പച്ചപ്പറവകൾ പറന്ന് കൂടണയാൻ തുടങ്ങുമ്പോ ഹബീബായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ച തമ്പുരാൻ സ്വർഗം മുഴുവനും പാറിപ്പറന്ന് നടന്ന ആ പച്ചപ്പറവകളുണ്ടല്ലോ, സ്വർഗത്തിന്റെ അനുഭൂതികൾ മുഴുവനും അനുഭവിച്ചറിഞ്ഞതായ പച്ചപ്പറവകളുണ്ടല്ലോ, ആ പച്ചപ്പറവകളോട് പടച്ച തമ്പുരാൻ ചോദിക്കുന്നതാണ്, ഏ പറവകളെ, എന്റെ സ്വർഗം മുഴുവനും കറങ്ങി നടന്നെങ്കിലും എന്റെ സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചറിഞ്ഞെങ്കിലും ഏ പറവകളെ, നിങ്ങൾക്കിനിയും എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ അവശേഷിക്കുന്നുണ്ടോ? മുഴുവൻ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് അല്ലാഹു തആല ഇതാ ആ പച്ചപ്പറവകളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഈ സമയത്ത് ആ പച്ചപ്പറവകൾ പറയുന്നു, ഇല്ല നാഥാ, നിന്റെ സ്വർഗം മുഴുവനും നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഖിയാമത്ത് നാൾ വരെയും പടച്ചവനെ നിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ പച്ചപ്പറവകളായി പാറിപ്പറക്കാനുള്ള സകല സൗഭാഗ്യങ്ങളും നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇനി എന്താ പടച്ചവനെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? എന്നാൽ പടച്ച തമ്പുരാൻ വീണ്ടും ആ പറവകളോട് ചോദിക്കുന്നു, ഇല്ല, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? പടച്ച തമ്പുരാൻ ഇതാ നിർബന്ധിച്ച് ചോദിക്കുകയാ, ആരാണ് പച്ചപ്പറവകളെന്നറിയുമോ? ആ പച്ചപ്പറവകളുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന റൂഹുകൾ ആരുടെ റൂഹുകളാണെന്നറിയുമോ? ഹബീബായ റസൂൽ പരിചയപ്പെടുത്തുന്നു, അതൊരിക്കലും അമ്പിയാക്കളുടെ റൂഹുകളല്ലല്ലോ, അതൊരിക്കലും മുർസലീങ്ങളുടെ റൂഹുകളല്ലല്ലോ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചക പുണ്യവന്മാരുടെ റൂഹുകളല്ലല്ലോ. പിന്നെയോ ഹബീബായ റസൂൽ പറയുന്നു, ആ റൂഹുകൾ ആരുടെ റൂഹുകളെന്നറിയുമോ? ആ റൂഹുകൾ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹത്തുക്കളായ ശുഹദാക്കളുടെ റൂഹുകളാ. മഹത്തുക്കളായ ശുഹദാക്കളുടെ റൂഹുകളാ. ആ ശുഹദാക്കളുടെ ആത്മാക്കളെ പടച്ച തമ്പുരാനിതാ ആ പച്ചപ്പറവകളുടെ ശരീരത്തിനുള്ളിലിട്ടിരിക്കുകയാ. അറിയുമല്ലോ, മയ്യത്തങ്കര നിവാസികൾക്ക് ഒരിക്കലും ശുഹദാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ഇതാ ആലേപനം ചെയ്തു കിടക്കുന്നതായ മയ്യത്തങ്കര ശുഹദാക്കൾ ഓർമ്മകൾ പുതുക്കുന്നതായ മയ്യത്തങ്കര നിവാസികളെ അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അർശിന്റെ താഴെയുള്ള കോടുകളിൽ പറന്നതയുന്ന പച്ചപ്പറവകളോ, അവരെല്ലാം ശുഹദാക്കളുടെ റൂഹുകൾ ഉൾക്കൊള്ളുന്ന പച്ചപ്പറവകളാ. അവരോടാ പടച്ച തമ്പുരാൻ ചോദിക്കുന്നത്, അല്ല, പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹു ഇത്രത്തോളം നിർബന്ധിച്ചു ചോദിക്കുമ്പോ ആ ശുഹദാക്കളുടെ അല്ലാഹുവോട് പറയുന്നു, നാഥാ,
ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് തമ്പുരാനെ, ഞങ്ങൾക്കൊരാവശ്യമുണ്ട് തമ്പുരാനെ. സ്വർഗത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന ആ ശുഹദാക്കള് അല്ലാഹുവോട് പറയും, ആഗ്രഹമെന്താ? ഇതുവരെ അവർക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റാത്ത എന്തെങ്കിലും അനുഗ്രഹങ്ങളാണോ? അതല്ല എങ്കിൽ സ്വർഗത്തിൽ ഇനിയും അവർക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സുഖാസനങ്ങളെ പറ്റിയാണോ? അതല്ല എങ്കിൽ ഇനിയും ഞങ്ങൾക്ക് സുന്ദരികളായ ഹൂറുകൾ വേണമെന്നാണോ? ഒന്നുമല്ല. സ്വർഗം മുഴുവനും പാറിപ്പറക്കുന്ന ആ ശുഹദാക്കള് പടച്ച തമ്പുരാനോട് ആവശ്യപ്പെടുന്നു, മാതാ, ഈ സ്വർഗത്തിൽ നിന്ന് നീ ഞങ്ങളെയൊന്ന് പുറത്തിറക്കുമോ അല്ലാ? ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ നാടുകളുണ്ടല്ലോ, ആ നാട്ടിലേക്ക് ഒരിക്കൽ കൂടി നീ ഞങ്ങളെ ഒന്ന് മടക്കി അയക്കുമോ മാതാ? എന്റെ സഹോദരങ്ങള്, ആ ശുഹദാക്കളെ എന്തിനാ സ്വർഗത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറയുന്നത്? എന്തിനാ ഞങ്ങളുടെ പഴയ നാടുകളിലേക്ക് മടക്കി അയക്കാൻ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവരുടെ പടച്ചവനോട് ആവശ്യപ്പെടുന്നു, മാതാ, അധർമ്മത്തിന്റെ ചൂളംവിളികൾക്കെതിരെ ഞങ്ങൾ ധർമ്മരണാങ്കണത്തിൽ പോരാടിയില്ല അല്ലാ. അധർമ്മത്തിനെതിരെ ഞങ്ങൾ പടപെടുകയില്ല അല്ലാ. അധർമ്മത്തിനെതിരെ ധർമ്മരണാങ്കണത്തിൽ ഞങ്ങൾ പോരാടുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ മോർച്ചയേറിയ വാളുകൾ തളച്ചു കയറിയിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ രക്തമോരോന്നായി ഇത്തിച്ച് താഴേക്ക് പതിച്ചിട്ട് പിടഞ്ഞ് ആ ധർമ്മരണാങ്കണത്തിൽ ഞങ്ങൾ ശഹാദത്ത് വരിച്ചെങ്കിലും മാതാ, ഒരിക്കലൂടെ ഞങ്ങളെ ആ നാട്ടിലേക്കൊന്ന് പറഞ്ഞു വിടുമോ? ഒരിക്കലൂടെ അധർമ്മത്തിനെതിരെ ഞങ്ങൾക്കൊന്ന് പോരാടാനുള്ള അവസരം തരുമോ? അധർമ്മത്തിന്റെ ചൂളന്മതികൾക്കെതിരെ ധർമ്മരണാങ്കണത്തിൽ ഞങ്ങൾക്കൊന്നിറക്കാൻ ഞങ്ങൾക്കൊന്ന് സൗഭാഗ്യം തരുമോ മാതാ? ഒരിക്കലൂടെ ഈ ശരീരമൊന്ന് വെട്ടിമുറിക്കപ്പെടാൻ, ഒരിക്കലൊന്ന് വേദന അനുഭവിച്ച് പടഞ്ഞ് മരണം മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരുമോ നാഥാ? എന്നിതാ ശുഹദാക്കള് അല്ലാഹുവോട് വിളിച്ചു ചോദിക്കുകയാ, എന്റെ സഹോദരങ്ങളെ, അധർമ്മത്തിനെതിരെ പടപെടുത്തിയ ശുഹദാക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനമർഹിക്കുന്നവരാവര്. അല്ലാഹുവിന്റെ ഖുർആൻ പോലും പറഞ്ഞതെന്താ? വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. എന്റെ ദീനിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കളുണ്ടല്ലോ, എന്റെ ദീനിന്റെ മാർഗത്തില് അധർമ്മത്തിനെതിരെ പടപെടുത്തിയതായ എന്റെ രക്തസാക്ഷികളുണ്ടല്ലോ, അവര് നിങ്ങളുടെ കണ്ണിൽ നിന്നും മാഞ്ഞു പോയെങ്കിലും ഒരിക്കലും അവര് കൊല്ലപ്പെട്ടെന്നും നിങ്ങൾ പറയല്ലേ, അവര് മരണപ്പെട്ടു പോയെന്ന് നിങ്ങൾ പറയല്ലേ. അതേ പടച്ച തമ്പുരാനാ പറയുന്നത്, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരാളും മരിച്ചുപോയെന്ന് നിങ്ങൾ പറയല്ലേ. ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ചക്രമുള്ള കസേരയിൽ കറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്വന്തമായി ശരീരമൊന്ന് ചലിപ്പിക്കാൻ പോലും പറ്റാത്ത വയോവൃദ്ധനായ മഹാനായ ശൈഖ് യാസീൻ റഹിമഹുല്ലാഹ് ഇസ്രായേലിന്റെ ബോംബാക്രമത്തിൽ മരണപ്പെട്ടു പോയെങ്കിൽ അല്ലാഹു പറയുന്നു, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അവര് മരണപ്പെട്ടു പോയെന്ന് നിങ്ങൾ പറയല്ലേ. അമേരിക്കൻ ഭീകരതയെ ചോദ്യം ചെയ്തതിന്റെ പേരില്, അമേരിക്കയുടെ തന്നെ കൊലക്കറയില് കൊലക്കയർ